വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈസ്രോയിമാരെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വൈസ്രോയിമാരുടെ ഫസ്റ്റ് പാർട്ട് റിവിഷൻ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള റിവിഷൻ ഫസ്റ്റ് പാർട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇന്ന് സെക്കൻഡ് പാർട്ടാണ്. ഇന്നത്തോടു കൂടി നമുക്ക് വൈസ്രോയിമാർ എന്ന് പറയുന്ന ടോപ്പിക്ക് റിവിഷൻ തീർക്കാട്ടോ. അപ്പൊ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യൂ കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. കഴ്സൺ പ്രഭു വരെയാണെന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇന്ന് കഴ്സൺ പ്രഭുവിനെ കുറിച്ചാണ് പഠിക്കാൻ പോണത്. അപ്പൊ കഴ്സൺ പ്രഭുവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നാണ് വിളിക്കണേ. അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഏത് വൈസ്രോയിയാണ്? കഴ്സൺ പ്രഭു ആണ് അല്ലെ. ഇനി കഴ്സൺ പ്രഭുവിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ബംഗാൾ വിഭജനം നടപ്പാക്കിയത് ആരാണെന്ന്. ബംഗാൾ വിഭജനം നടപ്പാക്കിയത് ആരാണ്? കഴ്സൺ പ്രഭുവാണ്. അപ്പൊ ബംഗാൾ വിഭജനം നടപ്പാക്കിയ വൈസ്രോയിയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം സ്ഥാപിച്ചതാണ് അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതുപോലെ തന്നെ വ്യവസായ വാണിജ്യ വകുപ്പുകൾ ഒക്കെ ഇന്ത്യയിൽ ആരംഭിച്ചത്, വ്യവസായ വാണിജ്യ വകുപ്പ്, അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ സ്ഥാപിച്ചത് ആരാണ്? നമ്മുടെ കഴ്സൺ പ്രഭു ആണ്. ഇനി ഇന്ത്യയിൽ പോലീസ് സംവിധാനം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അങ്ങനെ പോലീസ് സംവിധാനത്തെ കുറിച്ച് ഒരു ക്ലിയർ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് പോലീസ് സംവിധാനത്തെ കുറിച്ച് പഠിക്കാനായിട്ട് ആൻഡ്രൂ ഫേസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യും കൂടെ ആര് ചെയ്തിട്ടുണ്ട്? കഴ്സൺ പ്രഭു ചെയ്തിട്ടുണ്ടെന്ന് ഓർത്തു വയ്ക്കാം. അപ്പൊ പോലീസ് സേനയെ കുറിച്ച് പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ അദ്ദേഹം ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റും സ്ഥാപിച്ചു കേട്ടോ. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇനി ഇദ്ദേഹത്തെ കുറിച്ച് നമ്മളോട് കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നില്ലേ, അതായത് തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയി ആണ് എന്നുള്ളത്. അപ്പൊ തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യത്തെ വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭുവാണ്. അതുപോലെ തന്നെ ഇദ്ദേഹമാണ് 1904 യൂണിവേഴ്സിറ്റി ആക്ട് പാസ്സാക്കുമ്പോൾ നമ്മുടെ വൈസ്രോയി യൂണിവേഴ്സിറ്റി കമ്മീഷൻ 1902 അപ്പോൾ 1902 യൂണിവേഴ്സിറ്റി കമ്മീഷൻ അദ്ദേഹം നിയമിച്ച് 1904 ഒരു യൂണിവേഴ്സിറ്റി ആക്ട് ഒക്കെ ഇന്ത്യയിൽ ആര് പാസ്സാക്കി? കഴ്സൺ പ്രഭു പാസ്സാക്കി കേട്ടോ. ഇനി അടുത്തത് ഇന്ത്യൻ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് പാസ്സാക്കിയ സമയത്ത് വൈസ്രോയി ആരെന്നെയാണ്? കഴ്സൺ പ്രഭുവാണ്. ഇന്ത്യൻ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് പാസ്സാക്കിയ സമയത്തും ആരെന്നെയാണ്? കഴ്സൺ പ്രഭു തന്നെയാണ് വൈസ്രോയി. ഇനി കഴ്സൺ പ്രഭുവിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകമാണ് പ്രോബ്ലം ഓഫ് ദ ഫാർ ഈസ്റ്റ്, ജപ്പാൻ, കൊറിയ ആൻഡ് ചൈന. പ്രോബ്ലം ഓഫ് ദ ഫാർ ഈസ്റ്റ്, ജപ്പാൻ, കൊറിയ, ചൈന എന്ന് പറയുന്ന കൃതി രചിച്ചതാരാണ്? കഴ്സൺ പ്രഭുവാണ്. ഇനി അടുത്തത്, ഇദ്ദേഹം പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് റെയിൽവേ വേർതിരിക്കുകയുണ്ടായി. അപ്പൊ പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് റെയിൽവേ വേർതിരിച്ചത് കഴ്സൺ ആണ്. അതുപോലെ തന്നെയാണ് ഇന്ത്യയിൽ റെയിൽവേ ബോർഡ് നിലവിൽ വന്നപ്പോഴും കഴ്സൺ തന്നെയായിരുന്നു വൈസ്രോയി കേട്ടോ. റെയിൽവേ ബോർഡ് നിലവിൽ വന്ന സമയത്ത് കഴ്സൺ ആണെന്ന് വൈസ്രോയി. ഇനി തിരുവിതാംകൂറിൽ ഇദ്ദേഹം ആദ്യമായിട്ട് തിരുവിതാംകൂർ സന്ദർശനം നടത്തി എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഈഴവ മെമ്മോറിയൽ നമ്മൾ സമർപ്പിച്ചത് ആർക്കാണ്? കഴ്സൺ പ്രഭുവാണ്. അപ്പൊ സെക്കൻഡ് ഈഴവ മെമ്മോറിയൽ ആർക്കാ സമർപ്പിച്ചത്? കഴ്സൺ പ്രഭുവിനാണ് സമർപ്പിച്ചതെന്നും കൂടി ഓർത്തു വയ്ക്കാം. ഇനി അടുത്തത് മിന്റോ ആണ്. മിന്റോ രണ്ടാമനാണ്. അതായത് ഇന്ത്യയിലൊക്കെ സ്വദേശി പ്രസ്ഥാനം രൂപം കൊണ്ട സമയത്ത് നമ്മുടെ ഇവിടെ സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ആ സ്വദേശി പ്രസ്ഥാനം രൂപം കൊണ്ട സമയത്ത് ആരായിരുന്നു വൈസ്രോയി? മിന്റോ രണ്ടാമനായിരുന്നു വൈസ്രോയി. എന്നാൽ രൂപം കൊണ്ട് 1905 അത് രൂപം കൊണ്ട്. ആ സമയത്ത് മിന്റോ ആണ് വൈസ്രോയി. ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1909 ഉണ്ട്. 1909 ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ട്. ആ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ എന്താ വിളിക്കണേ? മിന്റോ മോർലി റിഫോംസ് എന്നാണ് വിളിക്കണേ. അപ്പൊ മിന്റോ മോർലി റിഫോംസ് എന്നറിയപ്പെടുന്നതും 1909 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നറിയപ്പെടുന്നു ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബംഗാൾ വിഭജനം, കഴ്സൺ പ്രഭു ബംഗാൾ വിഭജിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോഴത്തെ വൈസ്രോയി, ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോ ആരാണ് വൈസ്രോയി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ നടപ്പാക്കിയതാണ്. ഇവിടെ നിലവിൽ വന്നപ്പോഴത്തെ ഇന്ത്യൻ വൈസ്രോയി മിന്റോ രണ്ടാമന്റെ പേരാ പറയേണ്ടത് കേട്ടോ. ഇനി അടുത്തത് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യാണ്. ആരാണ്? ഹർഡിഞ്ച് രണ്ടാമൻ. അപ്പൊ ബംഗാൾ വിഭജനം കൊണ്ടുവന്നു കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോഴത്തെ വൈസ്രോയി മിന്റോ രണ്ടാമൻ. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ആരാണ്? ഹർഡിഞ്ച് രണ്ടാമനാണ്. ആര്? ഹർഡിഞ്ച് രണ്ടാമൻ. ഈ ഹർഡിഞ്ച് രണ്ടാമനെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതായത് ആരുടെ കാലത്താണ് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റാനായിട്ട് തീരുമാനിച്ചത്? ഇദ്ദേഹത്തിന്റെ കാലത്താണ്. 1911 ഡിസംബർ 12 തീരുമാനിച്ചു എങ്കിലും 1912 കൽക്കട്ടയിൽ നിന്ന്
ഡൽഹിയിലേക്ക് ഇന്ത്യയുടെ തലസ്ഥാനം മാറ്റുണ്ടായത്. അത് ഓർത്തു വയ്ക്കാം. എന്നാൽ 1931 ഫെബ്രുവരി 13 ഫെബ്രുവരി 13 3 വർഷവും ഓർക്കണം, ഇന്ത്യയുടെ തലസ്ഥാനമായി ഡൽഹിയെ ഇനോഗ്രേഷൻ നടന്നത്, ഉദ്ഘാടനം നടന്നത് എന്നാണ് 1931 കേട്ടോ. ഇനി അടുത്തത് ബംഗാളിൽ നിന്ന് ബീഹാർ, ഒറീസ അതിനെയൊക്കെ വേർതിരിച്ചത് നമ്മുടെ ഹർഡിഞ്ച് രണ്ടാമനാണ്. ബംഗാളിൽ നിന്ന് ബീഹാറിനെയും ഒറീസയും വേർതിരിച്ചത് ആരാണ്? ഹർഡിഞ്ച് രണ്ടാമനാണ്. ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഹർഡിഞ്ച് രണ്ടാമനെ വധിക്കാൻ ശ്രമിച്ച ഇന്ത്യയുടെ ദേശീയ നേതാവ് ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ്. ആരാണ്? റാഷ് ബിഹാരി ബോസ്. 1912 ഒരു ഡൽഹി ഗൂഢാലോചന സംഭവമൊക്കെ ഉണ്ടായി. ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അവിടെ പറയുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഹർഡിഞ്ച് രണ്ടാമനെ ഇന്ത്യൻ ദേശീയ നേതാവായ റാഷ് ബിഹാരി ബോസ് വധിക്കാനുള്ള കാരണം കേട്ടോ. ഇനി മൈ ഇന്ത്യൻ ഇയേഴ്സ് 1910 to 1916, 1910 മുതൽ 16 വരെയുള്ള കാലത്താണ് ഹർഡിഞ്ച് രണ്ടാമൻ നമ്മുടെ വൈസ്രോയി ആയിട്ടുള്ളത്. അപ്പൊ മൈ ഇന്ത്യൻ ഇയേഴ്സ് 1910 to 1916 എന്ന കൃതി രചിച്ചതും ആരെന്നെയാണ്? ഹർഡിഞ്ച് രണ്ടാമനാണെന്ന് ഓർത്തു വയ്ക്കുക. ക്ലിയർ ആയില്ലേ? അതുപോലെ തന്നെ നമ്മൾ ഡൽഹി ദർബാറിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറയണ്ടായി. അങ്ങനെ 1911 ജോർജ് അഞ്ചാമൻ രാജാവിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ ദർബാർ ഇദ്ദേഹത്തിന്റെ കാലത്ത് സംഘടിപ്പിക്കുന്നത് 1911. ഇനി അടുത്തത് ചെംസ്ഫോർഡ് പ്രഭു വരെയാണ്. ചെംസ്ഫോർഡ് പ്രഭു 1919 ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുകയാണ് അല്ലെ. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത് ആരാണ്? ചെംസ്ഫോർഡ് പ്രഭുവാണ്. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ സമയത്ത് വൈസ്രോയി ആരാണ്? നമ്മുടെ ചെംസ്ഫോർഡ് പ്രഭുവാണ്. അതുപോലെ നമ്മുടെ ഇവിടെ ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ട സമയത്ത്, അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ഒക്കെ ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലക്നൗ സന്ധി, മുസ്ലിം ലീഗും കോൺഗ്രസും കൂടി ലക്നൗ സന്ധി ഒപ്പുവെച്ചില്ലേ 1916 ലക്നൗ പാക്ട്. ആ സമയത്തൊക്കെ ആരായിരുന്നു? ചെംസ്ഫോർഡ് പ്രഭുവായിരുന്നു നമ്മുടെ വൈസ്രോയി കേട്ടോ. ഇനി ഒരു ഓഗസ്റ്റ് ഓഫർ കൊടുക്കേണ്ടായി നമുക്ക് അല്ലെ. അതായത് ബ്രിട്ടീഷുകാര് ഇന്ത്യക്കാർക്ക് ഒരു ഓഗസ്റ്റ് ഓഫർ കൊടുക്കേണ്ടായി. ആ ഓഗസ്റ്റ് ഓഫർ എന്തിനു വേണ്ടിയിട്ടാ? ഇന്ത്യക്കാർക്ക് ഉത്തരവാദിത്ത ഭരണം ഉറപ്പു നൽകുന്നതാണ് ആ ഓഗസ്റ്റ് ഓഫർ. ആ പ്രഖ്യാപനം, ആഗസ്റ്റ് ഓഫർ അല്ലെങ്കിൽ ഓഗസ്റ്റ് പ്രഖ്യാപനം പ്രകാരം നിലവിൽ വന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അറിയപ്പെടുന്നത് തന്നെ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്നാണ്. എന്താണ്? ഓഗസ്റ്റ് ഓഫർ പ്രകാരം നിലവിൽ വന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അറിയപ്പെടുന്നത് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്നാണ്. ഇനി 1919 1919 റൗലറ്റ് ആക്ട് അല്ലെങ്കിൽ കരി നിയമം പാസ്സാക്കിയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ആ കരി നിയമം പാസ്സാക്കിയ സമയത്തും ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു എന്ന് മനസ്സിലാക്കുക? ചെംസ്ഫോർഡ് ആയിരുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, നമ്മുടെ വൈസ്രോയിമാരിൽ ഒരാള് ജൂതനുണ്ട്. ആരാണ് ജൂത വൈസ്രോയി? ജൂത മതവിഭാഗത്തിൽ നിന്നുള്ള വൈസ്രോയി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീഡിംഗ് പ്രഭു ആണ്. ആരാണ്? റീഡിംഗ് പ്രഭു. അതുപോലെ ഇന്ത്യയിലെ ദേവദാസി സിസ്റ്റം ഉണ്ടായിരുന്നു. ആ ദേവദാസി സിസ്റ്റം പൂർണ്ണമായിട്ടും നിർത്തലാക്കിയ വൈസ്രോയി ആരാണ്? റീഡിംഗ് പ്രഭു ആണ്. ഇനി റെയിൽവേ ബഡ്ജറ്റിനെയും പൊതു ബഡ്ജറ്റിനെയും വേർതിരിക്കപ്പെട്ടത് ഏത് പ്രഭുവിന്റെ കാലത്താണ്? റീഡിംഗ് പ്രഭുവിന്റെ കാലത്താണ്. അപ്പൊ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി റെയിൽവേ ബഡ്ജറ്റിനെയും പൊതു ബഡ്ജറ്റിനെയും വേർതിരിച്ചത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. ഇദ്ദേഹം ഒരു ജൂത വൈസ്രോയിയാണ്. ഇനി വളരെ ഇമ്പോർട്ടന്റ്, ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്താണെങ്കിൽ ഹിൽട്ടൺ യങ് കമ്മീഷൻ അഥവാ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് അല്ലെ. എന്താ പറയാ, കമ്മീഷൻ 1926 ആ കമ്മീഷനെ നിയമിച്ചത് ആരാണ്? റീഡിംഗ് പ്രഭുവാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇദ്ദേഹം റൗലറ്റ് ആക്ട് റദ്ദയും ചെയ്യണ്ടായി. അപ്പൊ ഹിൽട്ടൺ യങ് കമ്മീഷനെ നമ്മൾ റിസർവ് ബാങ്കും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും ഇതിനെക്കുറിച്ച്. അപ്പോൾ ഹിൽട്ടൺ യങ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു, റൗലറ്റ് ആക്ട് റദ്ദ് ചെയ്തു. ഇതൊക്കെ ആരാണ് ചെയ്തത്? നമ്മുടെ റീഡിംഗ് പ്രഭുവാണ്. ഇനി ഇർവിൻ പ്രഭു. അപ്പൊ നമ്മൾ നേരത്തെ ജൂത പ്രഭുവാണ് എന്താ പറയുന്നത് റീഡിംഗ് എന്ന് പറഞ്ഞു വെച്ചാൽ, ക്രിസ്ത്യൻ വൈസ്രോയ് എന്ന് പറയുന്നതാണ് ഇർവിൻ. അപ്പൊ ക്രിസ്ത്യൻ വൈസ്രോയ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇർവിൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സൈമൺ കമ്മീഷൻ 1928 ഇന്ത്യയിൽ വരെയാണ്. അതുപോലെ 1929 പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുകയാണ്. ഈ സമയത്തൊക്കെ ആരായിരുന്നു? വൈസ്രോയ് ഇർവിൻ ആണ്. ഇനി 29 പൂർണ്ണ സ്വരാജ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവാഹപ്രായം 18ഉം 14ഉം ആക്കി നിജപ്പെടുത്തിക്കൊണ്ടൊരു നിയമം വന്നു. ആ നിയമം ഏതാണ്? ശാരദ ആക്ട് എന്നാണ് ആക്ടിന്റെ പേര്. ആ ശാരദ ആക്ട് 1929 പാസ്സായത്. ആ സമയത്തും ആരെന്നെയാണ് വൈസ്രോയി? ഇർവിൻ പ്രഭുവിനെയാണ് വൈസ്രോയി എന്ന് ഓർത്തു വയ്ക്കാം. ഇനി വട്ടമേശ സമ്മേളനങ്ങൾ 3 എന്ന് നമുക്കറിയാം അല്ലെ. അതിൽ ആദ്യത്തെ വട്ടമേശ സമ്മേളനം ആരുടെ കാലത്താണ്? ഇർവിൻ പ്രഭുവിന്റെ കാലത്താണ്. 1ാം വട്ടമേശ സമ്മേളനം ഇർവിൻ പ്രഭുവിന്റെ കാലത്താണ്. ഈ ഇർവിൻ പ്രഭു ഉണ്ട്
ഉണ്ടല്ലോ, അദ്ദേഹം തന്നെയാണ് രാഷ്ട്രപതി ഭവനിൽ ആദ്യമായിട്ട് താമസിച്ച ആള്. അപ്പൊ രാഷ്ട്രപതി ഭവനിലെ ആദ്യ താമസക്കാരനും ആരാണ്? ഇർവിൻ പ്രഭു ആണ് അല്ലെ. ഇനി അടുത്തത് വെല്ലിംഗ്ടൺ പ്രഭു. അപ്പോ ഒന്നാമത്തെ വട്ടമേശ സമ്മേളനം ഇർവിൻ പ്രഭുവിന്റെ കാലത്താണെങ്കിൽ രണ്ടും മൂന്നും വട്ടമേശ സമ്മേളനം ആരുടെ കാലത്താണ്? വെല്ലിംഗ്ടൺ പ്രഭുവിന്റെ കാലത്താണെന്ന് ഓർക്കുക. ഇനി കൂടാതെ 1935 നമുക്ക് വളരെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും കൂടുതൽ കടമെടുത്തിരിക്കുന്നത് 1935 അല്ലെങ്കിൽ കടപ്പെട്ടിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് ഇല്ലേ. അപ്പൊ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായ സമയത്ത് ആരായിരുന്നു? വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു വൈസ്രോയി എന്ന് ഓർക്കുക. അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നപ്പോഴും വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു. അപ്പൊ നേരത്തെ ഹിൽട്ടൺ യങ് കമ്മീഷനെ നിയമിച്ചു, റീഡിംഗ് പ്രഭു എന്ന് പറഞ്ഞു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 35 നിലവിൽ വന്നപ്പോ വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു. ഇനി ബർമയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തി അല്ലെ, നമുക്കറിയാം ബർമയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തി. ആ വേർപെടുത്തിയ സമയത്ത് വൈസ്രോയിമാർ തന്നെയാണ് വെല്ലിംഗ്ടൺ പ്രഭു തന്നെയാണ്. ഇനി അടുത്തത് ലിൻ ലിത്ഗോ പ്രഭു. ഈ ക്രിപ്സ് മിഷൻ ഒക്കെ ഉണ്ടല്ലോ ഇന്ത്യയിലേക്ക് വന്നപ്പോ ആരായിരുന്നു? ലിൻ ലിത്ഗോ പ്രഭു ആയിരുന്നു ക്രിപ്സ് മിഷൻ. അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരകാലത്തും ആരെന്നെയാണ്? ലിൻ ലിത്ഗോ പ്രഭു തന്നെയാണ്. ഇനി സെക്കൻഡ് വേൾഡ് വാർ ആരംഭിക്കുന്ന സമയത്തും എന്താ പറയാ ഇന്ത്യയിൽ വൈസ്രോയി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിൻ ലിത്ഗോ പ്രഭു ആണ്. ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ ഭരണം നടത്തിയ വൈസ്രോയി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ വൈസ്രോയിയുടെ പേര് ചോദിക്കുമ്പോൾ നമ്മൾ ആരുടെ പേര് പറയണം? ലിൻ ലിത്ഗോ പ്രഭുവിന്റെ പേര് പറയണം. ഇനി ലിൻ ലിത്ഗോ പ്രഭു കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്തത് വരുന്നത് വേവലാണ്. വേവിൽ പ്രഭു 1946 ശരിക്കും 43 to 47 ആണ് അദ്ദേഹത്തിന്റെ കാലയളവ്. 46 ഇന്ത്യയിൽ ഒരു നാവിക കലാപം നടക്കുകയുണ്ടായി. അപ്പൊ ആ നാവിക കലാപം ആരംഭിച്ചപ്പോൾ വേവിൽ പ്രഭു ആണ്. അതുപോലെ 46 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചു എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ആ സന്ദർശിക്കുമ്പോൾ ഇവിടുത്തെ വൈസ്രോയി ആണ്. ആ സമയത്താണ് ഒരു ഇടക്കാല ഗവൺമെന്റ് 46 സെപ്റ്റംബർ 2 ഇടക്കാല ഗവൺമെന്റ് രൂപീകൃതമാവാണ് ഇന്ത്യയിൽ. അപ്പൊ ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചപ്പോഴും വേവലാണ്. അപ്പൊ ഇടക്കാല ഗവൺമെന്റ് ഇന്ത്യയിൽ രൂപീകൃതമായ സമയത്ത് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ച സമയത്ത് ഇന്ത്യയിൽ നാവിക കലാപം നടക്കുന്ന സമയത്ത് അതിനു മുമ്പ് തന്നെ സിംല കോൺഫറൻസ് ഒക്കെ ഉണ്ട്. ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്കറിയാം അല്ലെ. അപ്പൊ ആ സമയത്തൊക്കെ പ്രഭു ആരാണ്? വേവിൽ പ്രഭു ആണ് എന്ന് ഓർക്കാം. ഇനി വേവിൽ പ്രഭു കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് മൗണ്ട് ബാറ്റൻ ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആണ് ആര്? മൗണ്ട് ബാറ്റൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയിയും ഇദ്ദേഹമാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. ഈ പദവിയിൽ ആരാണ്? മൗണ്ട് ബാറ്റൻ പ്രഭു ആണ്. ഇനി എന്താ പറയാ ഇന്ത്യ വിഭജിക്കാനായിട്ട് മൗണ്ട് ബാറ്റൻ ഒരു പദ്ധതി തയ്യാറാക്കാണ്. അപ്പൊ അതിനെ മൗണ്ട് ബാറ്റൻ പ്ലാൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ജൂൺ 3 പ്ലാൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഡിക്കി ബേർഡ് പ്ലാൻ എന്ന് വിളിക്കാം, ബാൾക്കൻ പ്ലാൻ എന്ന് വിളിക്കാം. ഇതൊക്കെ അതിന്റെ പേരുകളാണ്. അപ്പൊ ഇന്ത്യയെ വിഭജിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മൗണ്ട് ബാറ്റൻ പ്രഭു തയ്യാറാക്കിയ പദ്ധതിയെ, വിഭജന പദ്ധതിയെ വിളിക്കുന്നത് മൗണ്ട് ബാറ്റൻ പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ, ജൂൺ 3 പ്ലാൻ, ബാൾക്കൻ പ്ലാൻ എന്നൊക്കെ വിളിക്കും. ഇതൊക്കെ ഒന്ന് തന്നെയാട്ടോ. അങ്ങനെ മൗണ്ട് ബാറ്റൻ ഇങ്ങനെ ഒരു പ്ലാൻ കൊണ്ടുവന്നില്ലേ, ആ പ്ലാൻ നിയമവിധേയമായി. അങ്ങനെ നിയമത്തിന് വിധേയമാകണമെങ്കിൽ അതൊരു ആക്ട് ആവണം അല്ലെ. ആ ആക്ടിന്റെ പേര് 1947 നടന്ന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ്. അപ്പൊ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ആണ് മൗണ്ട് ബാറ്റൻ പദ്ധതി നിയമവിധേയമാകാൻ കാരണമായ ആക്ട് എന്നും കൂടി മനസ്സിലാക്കാം. ഇദ്ദേഹം 1979 ആയിപ്പോ കുറച്ചു നാൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. കുറെ വർഷങ്ങൾക്ക് ശേഷം അയർലൻഡിൽ വെച്ച് ഇദ്ദേഹം കൊല്ലപ്പെടാണ് ഉണ്ടായത്. അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റനായി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആയി. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ എന്ന് പറഞ്ഞ അദ്ദേഹം ബ്രിട്ടീഷുകാരനാണ്. അപ്പൊ നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ രണ്ടാമത്തേതും ഇന്ത്യക്കാരനും ആയിട്ടുള്ളതും അവസാനത്തേതുമായിട്ടുള്ള ഗവർണർ ജനറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഒരേ ഒരാളെ ഇന്ത്യക്കാരനായിട്ടുള്ളൂ. അദ്ദേഹമാണ് ആദ്യത്തെയും അവസാനത്തെയും. അദ്ദേഹത്തിന്റെ പേര് സി രാജഗോപാലാചാരി എന്നാണ്. അപ്പൊ ഗവർണർ ജനറൽ പദവി വഹിച്ച ഏക ഇന്ത്യക്കാരൻ കൂടിയാണ് ആര്? സി രാജഗോപാലാചാരി. അങ്ങനെ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ നമ്മുടെ വൈസ്രോയിമാർ എന്ന് പറയുന്ന ടോപ്പിക്, അപ്പൊ ഗവർണർ ജനറൽമാർ എന്ന് പറയുന്ന ടോപ്പിക് ഒരു ദിവസം എടുത്തു, വൈസ്രോയിമാര് 2 ക്ലാസ് ആയിട്ടാണ് നമ്മൾ തീർത്തത്. അപ്പൊ ഇതൊക്കെ പരീക്ഷയ്ക്ക് മുമ്പ് കണ്ടിട്ടുള്ളതും അല്ലെങ്കിൽ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്ന് റിവൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് എനിക്ക്. അപ്പൊ പരീക്ഷയ്ക്ക് പോണേക്കാൾ മുമ്പ് ഒരു റിവിഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.